മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ നേരിട്ട് ആത്മയുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തൊരു 100ഓളം സെലിബ്രിറ്റീസ് ഉണ്ട്. കൂടി വരുന്ന കുഴിമന്തിക്കടകളാണ് ഓരോ ആത്മ തുറക്കാനുള്ള ആത്മവിശ്വാസം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മമ്മൂക്കയെ ബ്രാൻഡ് അംബാസിഡറായിട്ട് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ അനന്ത് പറഞ്ഞ രസകരമായൊരു മറുപടിയുണ്ട്. എല്ലാം ആ സമയത്ത് ക്രൈസിസ് ആയിരുന്നെന്നേ. നമ്മളുടെ മുമ്പിൽ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റികളും ക്രൈസിസിലൂടെയാണ് എനിക്ക് ഡെവലപ്പായി വന്നത്. അമ്പലത്തിലെ നോട്ടീസിൽ ആത്മയുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്, പള്ളിയിലെ നോട്ടീസിൽ ആത്മയുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്. അത്ര ചെറിയ മാർക്കറ്റൊന്നുമല്ല ഇത്. നിങ്ങൾ എൻ്റെ എല്ലാ സ്റ്റാഫും ഒരു 100 ക്ലിനിക്ക് വെച്ച് തുടങ്ങിയാൽ ഇവിടെ ഒരു അതിൻ്റെ ഒരു 1000 ഇരട്ടി മാർക്കറ്റ് ഇവിടെ ബാക്കിയുണ്ട്. വെൽനസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് കേരളത്തിൽ എത്രമാത്രമുണ്ട്? ആത്മ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിൻ്റെ ഫൗണ്ടർ ഡോക്ടർ അഭിജിത്ത് കർമ്മയാണ് നമ്മോടൊപ്പം. നമസ്കാരം. വെൽക്കം ടു പ്രോഫിറ്റ് ന്യൂസ്. താങ്ക് യു. എന്താണ് കേരളത്തിൽ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത്? വെൽനസ് ഇൻഡസ്ട്രിക്ക് ഗ്ലോബൽ ലെവലിൽ വലിയ ഗ്രോത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ വെൽനസ് ഇൻഡസ്ട്രിയിൽ ഗ്രോത്ത് സംഭവിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും നന്നായി അത് ഗ്രോ ചെയ്യേണ്ട സ്ഥലം കേരളമാണ്. കാരണം ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ റൂട്ട്സ് നമ്മളിലാണുള്ളത്. ഇപ്പോൾ നമ്മൾക്കിവിടെ വലിയ ബിഗ് ബ്രാൻഡുകൾ, ഇപ്പം ലോകത്ത് നമ്മൾ എവിടെ പോയി ആയുർവേദം എന്ന് പറഞ്ഞാലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡുകളൊക്കെ കോട്ടയ്ക്കൽ ഉൾപ്പെടെ ബ്രാൻഡുകൾ നമ്മളോടൊപ്പം ഉണ്ട്. സോ കേരളത്തിൽ ഡേ ബൈ ഡേ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എനിക്ക് തോന്നുന്നു ഒരു 5x ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ഗ്രോയിങ് ഇൻ ദ വെരി ബിഗ് വേ. ഒരു 5 വർഷം കൊണ്ട് 9 സെൻറ്ററുകൾ 9 സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ജേണി നോക്കി കാണുമ്പം എത്രമാത്രം ഈ പറഞ്ഞ പോലെ ഒരു നാച്ചുറോപ്പതി ഡോക്ടറാണ്, അല്ലെങ്കിൽ അത് ഒരു 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 ബിസിനസ് ഓണ്ടർപ്രണറിനേക്കാളുപരി ഒരു ഡോക്ടർ എന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു ഒരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്? ഞാൻ 2021 ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂഷ്വലി അത്ര കണ്ട് പരിചിതമല്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരു ഡോക്ടറാണ്, നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാം. ഈവൻ കേരളത്തിലൊക്കെ വളരെ സാലറി വളരെ ലോ ആണെങ്കിൽ പോലും കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയാൽ കുറച്ച്, പക്ഷേ നമുക്കിഷ്ടമുണ്ടല്ലോ ചില കാര്യങ്ങൾ ചെയ്യാൻ. അതായത് നമ്മളുടെ ഇഷ്ടത്തിന് ഒരു പേഷ്യൻറ്റിനെ നോക്കണം, നമ്മളുടെ ഇഷ്ടത്തിന് ഒരാളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട് ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഡോക്ടറിൽ നിന്നൊരു സംരംഭകൻ എന്നുള്ളൊരു യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ 5 വർഷം കൊണ്ട് 9 സെൻറ്റേഴ്സ് എന്നുള്ളത്, അത് ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയുമല്ലോ, അത് നാട്ടുകാരുടെ വിവരമില്ലായ്മയും ബോധമില്ലായ്മയാണ് നമ്മളുടെ ഊർജ്ജം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് മാത്രമാണെന്നാണ് തോന്നുന്നത്. കാരണം ആളുകൾ അവരുടെ ചെറിയ ചില സുഖത്തിന് വേണ്ടി എപ്പോഴും ശരീരത്തെ മറന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ അനുഭവിക്കുന്ന, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതാണ് ഈ ഗ്രോത്തിൻ്റെ ഏറ്റവും വലിയ ഇന്ധനം എന്നുള്ളത്. ആളുകളുടെ ചില സ്ഥലത്തെ ബോധമില്ലായ്മകളാണ് നമ്മളുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം. ഇപ്പോൾ ഞാൻ ചോദിക്കാം, അതായത് ആ ഒരു ബുദ്ധിയില്ലായ്മ, ആ മണ്ടത്തരത്തെ ബുദ്ധിയില്ലായ്മയല്ല, ബോധമില്ലായ്മ. ഓക്കെ, ആ ബോധമില്ലായ്മയെ എൻകാഷ് ചെയ്യാണോ ആത്മ ശ്രമിക്കുന്നത്? 100%. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലല്ലോ. കാരണം ഞാൻ എപ്പോഴും പറയില്ലേ, നിങ്ങൾ നന്നായി ഭക്ഷണം കഴിച്ച്, ഇപ്പോൾ തമാശയ്ക്ക് ഞാൻ പറയും, കാറ് ഒരു സ്ഥലത്ത് കാറിൽ ചെളി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സർവീസ് ചെയ്യും. നിങ്ങളുടെ ഡ്രസ്സിൽ ചെളി പറ്റിയാൽ നിങ്ങൾ ലോണ്ടറിക്ക് കൊടുക്കും. എനിക്ക് നിങ്ങൾ പൈസ തന്നിട്ട് ഞാൻ നിങ്ങളുടെ മേത്ത് ചെളി വരുത്തേക്കാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ സാധാരണ ഓപ്പോസിറ്റ് അല്ലേ ചെയ്യുന്നത്. നന്നായി ഭക്ഷണം കഴിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ബൊഫേ ഉള്ള ഒരു ഹോട്ടലിലാണ് നിങ്ങൾ ഒരു 1800 രൂപ പ്ലസ് GST ഒക്കെ ഒരു ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ നിങ്ങൾ കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഫ്രൂട്ട്സ് മാത്രമാണ് ഞാൻ തരുന്നത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ അതെല്ലാം ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യാൻ എത്ര സിമ്പിളായി നമുക്ക് ടേക്ക് കെയർ ചെയ്യാം നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പറയില്ല, ഡോക്ടേഴ്സ് ആർ ടീച്ചേഴ്സ്. നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ആണ്. അതായത് പ്രിഫിക്സ് കൊണ്ട് നമ്മൾ മെഡിക്കലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സാണ്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആത്മയിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ആത്മയിലേക്ക് വരുന്ന 90% കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പരിഹരിച്ച് തരുന്നത്. മരുന്നുകളില്ലാതെ ഒരു സെൻറ്ററിൽ നമ്മൾ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 80% പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കുന്ന നിങ്ങളുടെ പ്ലേറ്റിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ പ്രശ്നം വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് പരിഹരിക്കാം. പക്ഷെ നിങ്ങളുടെ വീട്ടിലിരിക്കാത്തത് കൊണ്ടും വീട്ടിലിരുന്ന് നിങ്ങൾ കാണിക്കുന്ന ചില ഈ പറയുന്ന എന്താ പറയുക ബോധമില്ലായ്മകൾ കൊണ്ടുമാണ് ആത്മ മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാൻ. ഇത് ഞാൻ പറയുന്നത് ഇത് ആത്മ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വെൽനസ് ക്ലിനിക്കുകളും വെൽനസ് ഹോസ്പിറ്റൽസിൻ്റെയും പ്രധാനപ്പെട്ട മൂലധനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇന്ധനം എന്നുള്ളത്
ആളുകളുടെ ചില സമയങ്ങളിലുള്ള ബോധമില്ലായ്മയാണ്. അത് നമ്മൾ തിരിച്ച് തുറന്നു പറയുന്നതിന് എന്താ കുഴപ്പം? ഉറപ്പായിട്ടും അതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അപ്പം സോഷ്യൽ മീഡിയ എങ്ങനെ ആത്മീയനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമുക്ക് ഓരോ സമയങ്ങളിലും ഓരോ മീഡിയകളാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി സ്പീക്കിംഗ്, ഞാൻ 2021 ജൂലൈ 15 ആത്മ എന്നുള്ള സംരംഭം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ആയുർവേദ ഡോക്ടേഴ്സോ നാച്ചുറോപ്പതി ഡോക്ടേഴ്സോ എനിക്കൊരു പാരമ്പര്യമോ ഒന്നും പറയാനില്ല. എൻ്റെ തറവാട് വൈദ്യശാലയ്ക്ക് പേര് കേട്ടൊരു തറവാടല്ല. അതുമാത്രമല്ല എൻ്റെ വീട്ടിൽ ആരും ബിസിനസ് ചെയ്യുന്നവരുമില്ല. പക്ഷേ എനിക്ക് ആളുകളിലേക്ക് എത്താൻ, ഏറ്റവും ചിലവ് ചുരുങ്ങിയ ആളുകളിലേക്ക് എത്താൻ എന്താണ് മാർഗം എന്ന് ഞാൻ പരിശോധിക്കുമ്പം ഉറപ്പായും എൻ്റെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്നുള്ളത് സോഷ്യൽ മീഡിയയാണ്. അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അമ്പലത്തിലെ നോട്ടീസിൽ ആത്മയുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്, പള്ളിയിലെ നോട്ടീസിൽ ആത്മയുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്, പള്ളിയിലും അമ്പലത്തിലും തിരക്കുള്ള ദിവസം കൃഷ്ണൻ്റെ അമ്പലത്തിൽ തിങ്കളാഴ്ച കോട്ടയത്ത് തിരുനക്കരയിൽ തിങ്കളാഴ്ച ഞായറാഴ്ച നല്ല തിരക്കാണ്. അവിടെ മാസ്ക് ഇട്ട് ഞാൻ പോയി നമ്മുടെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. മണ്ണർകാട് പള്ളിയിൽ 8 നോമ്പ് 8 ദിവസവും ഞാൻ പോയി അവിടെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പനച്ചിക്കാട് വിദ്യാരംഭത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചിലവും റിസൾട്ടുമായിട്ട് നോക്കുമ്പോൾ അതാണല്ലോ ബിസിനസ്സിൽ നമ്മൾ എത്ര രൂപയാണോ സ്പെൻഡ് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് എത്രയാണോ നമുക്ക് കൺവേർഷൻ വന്നത്, സെയിൽസ് ക്ലോസ് ആയത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ സെയിൽസ് ക്ലോസ് ആവാൻ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ടൂളുകളൊന്നും സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവയർനെസ് വീഡിയോകളിട്ട് ആളുകളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതുപോലെ ഇൻ്റർവ്യൂകളിലൂടെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ശ്രമിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വൺ ഓഫ് അവർ മെയിൻ ടൂളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതിനോട് കണ്ണു തിരിഞ്ഞൊരു കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു പേഷ്യൻ്റായി വന്ന് ആത്മയുടെ കൂടെ ജോയിൻ ചെയ്ത GP, അപ്പം അത് ബിഫോർ GP ആൻഡ് ആഫ്റ്റർ GP ഗോവിന്ദ് പത്മശ്രീയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വന്നതിന് ശേഷമുള്ളതും ഉള്ളൊരു ജേണി എങ്ങനെ നോക്കിക്കാണും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ അനന്തു ഉണ്ടല്ലോ, സൈലം. അപ്പോൾ ഡോക്ടർ അനന്തുവിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് മമ്മൂക്കയെ നിങ്ങൾ മമ്മൂക്കയായിരുന്നല്ലോ കുറഞ്ഞ സമയത്തിനാണല്ലോ ബ്രാൻഡ് അംബാസഡേഴ്സായിട്ട് വന്ന സൈലത്തിൻ്റെ ആദ്യത്തെയാണ്. അപ്പോൾ മമ്മൂക്കയെ ബ്രാൻഡ് അംബാസഡറായിട്ട് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ അനന്ത് പറഞ്ഞ രസകരമായൊരു മറുപടിയുണ്ട്. അതായത് അനന്ത് കോമ്പീറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ വലിയ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് ട്രെയിനിങ് സ്ഥാപനങ്ങളാണ്. ദേ വെയർ ഹിയർ ഫോർ ലാസ്റ്റ് മോർ ദാൻ 50 years. 50 വർഷത്തിന് മേളിലായി മലയാളി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോണോപോളി പോലെയുള്ള ഒരു സ്ഥാപനങ്ങളുടെ കോമ്പറ്റീറ്ററായിട്ടാണ് സൈലം വരുന്നത്. സൈലം 24 വയസ്സുള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ്. അനന്തുവിനെ പോലെ ഒരു ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനും അനന്തു ഒരേ പ്രായമാണ്. അപ്പോൾ അനന്തു പറഞ്ഞത് 50-ലധികം വർഷമായിട്ട് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് 24 വയസ്സുള്ള ഞാൻ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ മിനിമം ഒരു 50 വർഷങ്ങളായിട്ട് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ സ്ഥാപനത്തെ പറ്റി പറയണ്ടേ എന്നാണ് ചോദിച്ചത്. കറക്റ്റ് അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു വിധത്തിൽ ഇതെനിക്ക് GPയുടെ കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ GP ചേട്ടനോട് ഞങ്ങളങ്ങനെ ഒരു പരിപാടിയുടെ കാര്യത്തിന് വേണ്ടി കാണുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നു. അദ്ദേഹം ആത്മയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. അതിനുശേഷം ഞങ്ങൾ ഒത്തിരി യാത്രകൾ പോയിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം എടുത്തൊരു ഡിസിഷനൊന്നുമല്ല. ഞങ്ങൾ ഇവിടുന്ന് മൂകാംബിക റോഡ് ട്രിപ്പുകൾ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റോഡ് ട്രിപ്പുകൾ തന്നെ കുറേ അധികം പോയിട്ടുണ്ട്. ഞങ്ങൾ ബ്രസീൽ, അർജൻറ്റീന, അങ്ങനെ അന്റാർട്ടിക്ക യാത്രയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തും വളരെ അടുത്ത് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ 30 ദിവസമാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. നമ്മൾ 30 ദിവസമൊക്കെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ ഫേക്ക്നെസ്സുകളും അവിടെ പോകും. നമുക്ക് പിന്നെ അവിടെ മാസ്കിങ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അപ്പോൾ അത് കഴിഞ്ഞ് GP ചേട്ടൻ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. വരുമ്പോൾ നമ്മളുടെ ഒരു മുഖമേ മാറില്ലേ. ഇപ്പോൾ കോട്ടയത്ത് ഐമനം പോലൊരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്ന് കോട്ടയത്ത് ഒരു സ്ഥാപനം തുടങ്ങി നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി GP ചേട്ടനെ പരിചയപ്പെടുമ്പോൾ നമുക്ക് 4 ബ്രാഞ്ചുകളുണ്ട്. 5ാമത്തെ ബ്രാഞ്ച് തൊട്ടാണ് GP ചേട്ടൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. കോട്ടയത്ത് പനച്ചിക്കാടുണ്ട്, അത് കഴിഞ്ഞ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കോട്ടയത്ത് OP ക്ലിനിക്ക് ചേട്ടൻ, തിരുവനന്തപുരത്ത്. ഇപ്പം 4 സെൻറ്ററുകളുള്ള സമയത്താണ് GP ചേട്ടൻ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആളുകൾ ക്രെഡിബിളായിട്ടുള്ള ഫേസുകൾ നമ്മളുമായിട്ട് ഇങ്ങോട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മളെ വിളിക്കാൻ തുടങ്ങി, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങി. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ നേരിട്ട് ആത്മീയ ട്രീറ്റ്മെൻറ്റ് കൊടുത്തൊരു 100ഓളം സെലിബ്രിറ്റീസ് ഉണ്ട് ഈ സമയത്തിനുള്ളിൽ. ആ 100ഓളം സെലിബ്രിറ്റികളിൽ എനിക്ക് GP ചേട്ടൻ്റെ സപ്പോർട്ടോടുകൂടി സെലിബ്രിറ്റികളാണ് കൂടുതൽ
എന്നെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് അതുപോലെ തന്നെ എന്നെ അഭിലാഷ് പിള്ള മാളിക അഭിലാഷേട്ടൻ എന്നെ അഭിലാഷനാണ് എന്നെ ജീവിച്ചതിനായിട്ട് കണക്ട് ചെയ്യുന്നത്. അഭിലാഷേട്ടൻ എന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ അഖിൽ മാരാർ ഞാനുമായിട്ട് വളരെ നല്ല തുടക്കത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. അഖിലാണ് ഇപ്പോഴും ഞാനുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഇവരെല്ലാം ഉണ്ട്. പക്ഷേ GP ചേട്ടനാണ് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു ധൈര്യം കാണും. അതാണല്ലോ നമ്മൾക്ക് ഒരു കൂടുതൽ ധൈര്യം കിട്ടുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ GP ചേട്ടൻ നമ്മളുടെ പാർട്ട്ണറായി മാറി. ഇപ്പോൾ ആത്മയുടെ യാത്രയിൽ GP ചേട്ടൻ ഒരു അവിഭാജ്യ ഘടകമാണ്. ഓക്കെ, നമ്മളിപ്പോൾ വെൽനെസ് പറയുമ്പം ഒരു ഡോക്ടർ തന്നെ ഒരു ഓൺട്രപ്രണറാണ്. അപ്പോൾ ഇവർക്കെല്ലാം ബിസിനസ്സുകാർക്കെല്ലാം ഭയങ്കര ടെൻഷൻസ് ഉണ്ടാവും. ഈ ടെൻഷൻ വെൽനെസ്സിലൂടെ മാറ്റാൻ പറ്റുമോ, അല്ലെ അതിനൊരു പാക്കേജ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം ഈ വെൽനെസ് ഞാനെപ്പോഴും പറയുന്നത് സുഖചികിത്സ എന്നുള്ളത് ശരീരത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, ക്വാളിറ്റി ഓഫ് ലൈഫിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് അത് ആവശ്യമുള്ളവരാണ് നമ്മളെല്ലാവരും, എസ്പെഷ്യലി ബിസിനസ്സുകാരാണ്. നമുക്ക് എന്തിലും സ്ട്രെസ്സാണ്. നമുക്ക് 24/7 നമ്മൾ വർക്കിംഗ് ആണ്. നമുക്കൊരു വർക്കിംഗ് ടൈമും ഡേയും ഒന്നുമില്ല. ഇപ്പം നമുക്ക് തിങ്കൾ മുതൽ ഞായർ വരെ ഒരുപോലെയാണ്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയോ 12 മണി വരെ നമുക്ക് ഒരുപോലെയാണ്. നമുക്ക് അതിനിടയ്ക്ക് ഒരു ബ്രേക്കില്ല, ലീവില്ല, ഹോളിഡേ ഇല്ല. അതിനിടയ്ക്ക് നമ്മളുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യേണ്ടത് വളരെ എമർജൻസിയാണ്, അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ബിസിനസ് ഓണേഴ്സ്, ഇപ്പം ഞാൻ BNA ഉൾപ്പെടെയുള്ള പല ഓർഗനൈസേഷനിലുള്ളപ്പോൾ അവരെല്ലാവരും കൃത്യമായ ഇടവേളകളിൽ എല്ലാ മാസവും ഫുൾ ബോഡി മസാജ് കൃത്യമായിട്ട് എടുക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ബിസിനസ് ഓണേഴ്സ് എൻ്റെ കൂടെയുണ്ട്, പല ജില്ലകളിലായിട്ട്. എല്ലാ വർഷവും ഒരു 7 days 10 days വന്ന് നിന്ന് സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്ത് അവരുടെ മൈൻഡിന് വേണ്ടി കുറച്ച് സമയം കൊടുത്ത് അവരുടെ ശരീരത്തെ സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ഓണേഴ്സ്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബിസിനസ് ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഴ്സിനോട് അത് ചെയ്യാൻ പറയുമോ, ഒരു ഡോക്ടർ എന്ന നിലയിൽ റെക്കമെൻഡ്? 100% പറയുമല്ലോ. ഞാൻ പറയുന്നത് ആത്മാന്നൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയ ബ്രാക്കറ്റിലേക്കൊന്നും. അതായത് നിങ്ങളുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ്. ഞാനിപ്പോഴും ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു 3 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിക്കണം. അത് ഏത് എൻ്റർപ്രണർക്കും കുടിക്കാം. നമ്മളുടെ തീരുമാനമാണ് കുടിക്കണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെയുള്ള കുടിക്കണമെന്നില്ല, മറ്റേ ഇപ്പൊ കാണിക്കുന്ന കുപ്പിയിൽ തന്നെ കുടിക്കണമെന്നില്ല. ഒന്നുമില്ല ഇപ്പോൾ കാണിക്കുന്ന കുപ്പിയിൽ പോലും കുടിക്കണമെന്നൊന്നുമില്ല. ഇതല്ല ഇപ്പം എന്നോട് ഇന്നലെ ഒരാൾ ചോദിച്ചു, ഈ ഹെൽത്ത്, ഈ സ്പോർട്സ്, അതായത് ഫിറ്റ്നസ് വാച്ചുകൾ അത് യഥാർത്ഥത്തിൽ നല്ലതാണോ എന്ന്. ഫിറ്റ്നസ് വാച്ച് കിട്ടുകൊണ്ട് ആരും ഫിറ്റ്നസ് ആയിട്ടില്ല. ഫിറ്റ്നസ് വാച്ച് എപ്പോഴും ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അവയർനെസ് ആണ്, അല്ലെങ്കിൽ ഒരു അലാമിംഗ് ആണ്. നമ്മൾ ഇതിങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പം ഞാനൊരു ഫിറ്റ്നസ് വാച്ച് കിട്ടിയിട്ടുണ്ട്. അത് എനിക്കൊരു ഈവനിങ് ഞാനൊരു 4 മണിയാകുമ്പോൾ നോക്കുമ്പോൾ എനിക്കറിയാം എത്ര കലോറി ഞാൻ ബേൺ ചെയ്തു, എത്ര സ്റ്റെപ്പ് നടക്കണം എന്നുള്ളത്. ഫിറ്റ്നസ് വാച്ച് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല, 100% ചെയ്യാൻ പറ്റും. നമുക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ ആളുകളൊക്കെ ഫിറ്റ്നസ് വാച്ച് കെട്ടിയിട്ടല്ലേ ചെയ്തത്. പക്ഷെ നമുക്കിന്നുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ് 2026 നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ അലാമിംഗ് ആണ്. ബിസിനസ് ഓണേഴ്സ് തീർച്ചയായിട്ടും അവരുടെ ഹെൽത്ത് ആർക്കാണ് വേണ്ടാത്തത്? ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന ബംഗാളിക്കാണെങ്കിലും ആരോഗ്യം എന്നത് ആവശ്യമാണല്ലോ. നമുക്ക് ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയാണ് അല്ലേ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ലോകത്ത് എല്ലാ യുദ്ധങ്ങളും നടന്നിട്ടുള്ളത്, അല്ലാതെ വെള്ളത്തിന് വേണ്ടിയോ അരിക്ക് വേണ്ടിയോ ഒന്നും അല്ല. അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള സാഹചര്യത്തെ പേടി ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആണോ അല്ലേ? നമ്മളുടെ കാര്യം നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമോ? ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി, ഏത് രീതിയിലും. അങ്ങനെ ഇൻഡിപെൻഡൻ്റായി ക്വാളിറ്റി ഓഫ് ലൈഫോടുകൂടി തീരുമാനിക്കാൻ, ജീവിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വെൽനെസ് ആവശ്യമാണ്, ഹെൽത്ത് ആവശ്യമാണ്. അതുകൊണ്ട് അതിനകത്ത് ബിസിനസ് ഓണേഴ്സ് അതുപോലെ തന്നെയാണ് കുട്ടികളിലുള്ള ഒരു ഇത്, അതായത് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യാനും ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു സങ്കടം വന്നാൽ, ഒരു ഇമോഷൻ വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ കുട്ടികളിൽ ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമുക്ക് വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ അസുഖങ്ങൾ മാറുന്നതിനുപരി നമ്മൾ മെൻ്റലി ഉള്ളൊരു മാറ്റം ഉണ്ടല്ലോ, അതിന് പോസിബിലിറ്റി ഉണ്ടോ? 100% ഉണ്ടല്ലോ. ഇപ്പോൾ ജുബിൻ പറഞ്ഞ വേറൊരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, നമ്മുടെ കരിക്കുലത്തിൽ നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠ്യവിഷയത്തിൽ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, കഴിഞ്ഞ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് മെയിൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മിനിസ്റ്റർക്കും ഒന്ന് കൊടുക്കണം. കാരണം ക്രൈസിസ് മാനേജ്മെൻറ്റും ഡയറ്റിലെ കോമൺ സെൻസും. നമുക്ക് ഒരു തരത്തിലുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിപ്പിക്കുന്നില്ല. അത് ഫിസിക്കലി ഇല്ല, മെൻ്റലി ഇല്ല. അപ്പോൾ നമ്മളൊരു കഥയില്ലേ, അതായത് ഒരു വലിയ വളരെ അറിവുള്ളൊരു മനുഷ്യൻ, ഈസ് എ ഗ്രേറ്റ്. അപ്പോൾ ഒരു സംസ്കൃതത്തിലും എല്ലാം പഠിച്ച അയാൾ ഇങ്ങനെ വള്ളത്തിൽ പോവാണ്. അപ്പോൾ ഈ വള്ളം തുഴയുന്ന ഇയാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഈ പണ്ഡിതൻ
ഈ വള്ളം തുഴയുന്ന ആളോട് ചോദിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ എത്ര ക്ലാസ് വരെ പഠിച്ചോ? അപ്പോൾ പറഞ്ഞു ഞാൻ 4ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത്? പഠനമാണ് ഏറ്റവും വലുത്. നിങ്ങൾ സംസ്കൃതത്തിലെ ശ്ലോകങ്ങൾ പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, ഭാഗവതം പഠിക്കണം, സയൻസിനെ പറ്റി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം കുറച്ചൊരു 10 മിനിറ്റ് ഇത് കേട്ടിരിക്കാൻ സുഖമാണ്. ഇങ്ങനെ തുഴഞ്ഞു പോയി പുഴയുടെ നടുക്കത്തിപ്പം ഇയാളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ചോദിച്ചപ്പം ഈ തുഴയുന്ന തോണിക്കാരൻ ചോദിക്കുന്നുണ്ട് നീന്താൻ അറിയാമോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളി അറിയില്ല. അതിന് തന്നെ നീന്തി വന്നാമെന്ന് പറഞ്ഞാൽ ഈ തോണിക്കാരൻ വള്ളത്തിൽ നിർത്തി ചാടുന്നുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റുകളിലുള്ള നോളജ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഇപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് കുട്ടികളെ ഇമോഷണലിയും മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ക്രൈസിസ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് മെഡിറ്റേഷൻ, സ്ട്രെസ് റിലീഫിന് വേണ്ടിയുള്ള ചില എക്സസൈസുകളൊക്കെ കൊടുത്ത് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികൾ ഇഷ്ടംപോലെ, കാരണം സ്ട്രെസ് ഇറ്റ് ഈസ് അഗെയിൻ അഫക്റ്റഡ് ടു യുവർ ഫിസിക്കൽ ബോഡി. ഇപ്പോൾ PCOD വളരെ കോമൺ ആണ്. പെൺകുട്ടികൾക്ക് PCOD വളരെ കോമൺ. അന്വേഷിച്ചുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റീസണിലൊന്നും അവരുടെ സ്ട്രെസ്സാണ്. ആൺകുട്ടികൾക്ക് ഓവർ വെയ്റ്റ് വളരെ കോമൺ ആണ്. സ്ട്രെസ് ഒരു പ്രധാനപ്പെട്ട റീസണാണ്. സോ സ്ട്രെസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഓൾ പീപ്പിൾ. അത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇപ്പം നമ്മളിപ്പം ഓൺടർപ്രണേഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഈ എംപ്ലോയീസിനും ഒരു ഫാക്ടറുണ്ട്. ഈ ഫിയർ ഫാക്ടറും കാര്യങ്ങളെല്ലാം അവരെയും ബാധിക്കുന്നതാണ്. ഒരു സ്ഥാപനം എന്ന നിലയിൽ, അതായത് ബാക്കിയുള്ള കമ്പനീസ് നോക്കുമ്പോൾ, ഡോക്ടർ നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു കോഴ്സ് പോലെ ഇപ്പം ചില IT കമ്പനീസ് ഒരു റിട്രീറ്റ് പ്ലാൻ വെക്കും, ഒരു ദിവസം വന്നിട്ട് ഒരു സെഷൻ പോലെ. അതുപോലെ കേരളത്തിൽ എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനൊരു സെഷൻ, ഒരു റിജുവിനേറ്റിംഗ് സെഷൻ വേണമെന്ന് അഭിപ്രായമുണ്ടോ? എനിക്ക് അവരോട് ഈ റിജുവിനേറ്റിംഗ് സെഷൻ്റെ അതിന് ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ അവർക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില സ്ട്രെസ് ഫ്രീ ആക്കാനുള്ള സെഷൻസ് ആവശ്യമുണ്ട്. ഞാൻ ഈ ചില പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ മെയിൻ സ്റ്റാഫുകൾക്ക് ചില ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഏതാണ് എന്ന് ചോദിക്കും. അത് ഞായറാഴ്ചയാണ് എന്ന് പറയും. അതെന്തുകൊണ്ടാണ് ഞായറാഴ്ച എന്ന് ചോദിച്ചാൽ അവധിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഞായറാഴ്ച എന്താ ചെയ്യുന്നത്? അത് കിടന്നുറങ്ങും. അതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യാണ്? ഉറങ്ങാണ്. അപ്പോൾ ആഴ്ചയിൽ 7 ദിവസത്തിൽ 6 ദിവസം നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഏറ്റവും വെറുപ്പുള്ള ദിവസം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച എന്ന് പറയും. തിങ്കളാഴ്ച. അപ്പോൾ ഈ 6 ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ഇഷ്ടമുള്ള ദിവസം നിങ്ങൾ കിടന്നുറങ്ങുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ജീവിക്കുന്ന എത്ര നേരമാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് യഥാർത്ഥത്തിൽ എല്ലാ സ്റ്റാഫിനോടും ചോദിക്കുമ്പോൾ വളരെ നിരാശയാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഞാൻ ഇവരോടെല്ലാം പറയുന്നത് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വളരെ ബോറാണ് ഈ ലൈഫ്. അപ്പോൾ നമ്മൾ സ്റ്റാഫിനും തീർച്ചയായിട്ടും അവരുടെ മെൻ്റൽ ഹെൽത്തും ആ മെൻ്റൽ ഹെൽത്തിലൂടെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയുള്ള വർക്ക്ഷോപ്പുകൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്ന ഒത്തിരി IT കമ്പനികളൊക്കെ ഞാൻ പോയി ക്ലാസ് എടുക്കാറുണ്ട്. ചില കമ്പനികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നുണ്ടാവുന്ന എന്താണ്? പ്രൊഡക്ടിവിറ്റി കൂടുകയല്ലേ അല്ലേ? ഇപ്പോൾ നമ്മൾ സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലല്ലോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ഫിസിക്കലി ആൻഡ് മെൻ്റലി അവരെ സപ്പോർട്ട് ചെയ്യേണ്ട വർക്ക്ഷോപ്പുകൾ, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടാനുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി ഇപ്പം എനിക്ക് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രോണിക് സ്ഥാപനം, അവിടുത്തെ ബ്രാഞ്ചിലെ ഹയസ്റ്റ് സെയിൽസ് ഇൻസെൻറ്റീവ് കിട്ടുന്ന ആൾക്ക് ആത്മയിൽ നിന്ന് 2 days ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. 1.5 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ്, ഏറ്റവും കൂടുതൽ സെയിൽസ് ചെയ്ത ആൾക്കാന്ന് തോന്നുന്നു. എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഒരാൾക്ക് വർഷത്തിൽ 2 ദിവസം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് ആ സ്ഥാപനം ചെയ്യുന്നതാണ്. ആ സ്ഥാപനം ചെയ്യുന്നത് പ്യൂർലി ആ സ്ഥാപനം ചെയ്യുന്നത്. എന്താണ് അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്? ആണ് അയാളുടെ ഹെൽത്തിന് വേണ്ടി അയാൾക്കൊരു 2 days ആ സ്ഥാപനം ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന കമ്പനികളുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ചെയ്യുന്ന IT വലിയ മൾട്ടി MNCകളുണ്ട്. നമ്മളുടെ നാട്ടിലെ കമ്പനികൾ ഇപ്പോൾ ചെയ്തുകൊണ്ട് സോ വളരെ ഗുണമാണെന്നേ. കാരണം അവരുടെ ശരീരത്തിന് വേണ്ടി കുറച്ച് ദിവസം എന്നുള്ളതാണ്. ഈ ഇപ്പോൾ 5 years കംപ്ലീറ്റ് ചെയ്തു. ആത്മയിൽ ഡോക്ടർ അഭിജിത്ത് നേരിട്ട ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും അതിന്? ഞാൻ ജുബിൻ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഈ ചലഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചലഞ്ചുകൾ വളരെ അധികമാണ് നമുക്കുണ്ടാകുന്നത്. ഞാൻ 2021 ജൂലൈ 15 ആത്മ സ്റ്റാർട്ട് ചെയ്തത്. ആത്മ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ രാവിലെ 5:30 എണീക്കും. 5:45 വന്ന് നമ്മൾ സഹസ്രനാമമൊക്കെ വെക്കും. എന്നിട്ട് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വിളക്ക് കൊളുത്തി 6 മണിയാകുമ്പം
പേഷ്യൻസിനെല്ലാം ജ്യൂസ് കൊടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾ ഞാനായിരുന്നു. ഒരു അപ്പോൾ 6:30 ആകുമ്പോൾ നമ്മുടെ ഡോക്ടർ വരും, ഡോക്ടർ എൻ്റെ സീനിയറാണ്. ഡോക്ടർ വരുമ്പോൾ ഇവരെല്ലാം ഞാൻ ജ്യൂസൊക്കെ കൊടുത്ത് റെഡിയാക്കി. അപ്പോൾ ഈ ഡോക്ടറെ ജ്യൂസൊക്കെ തിരിച്ചു വന്നിട്ട് ഐ വാഷൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള വെള്ളമെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ അത് ഞാനാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. 8:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോൾ ഇവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞ് ഇവരുടെ കൺസൾട്ടേഷൻ്റെ സമയത്ത് ഡോക്ടർ പോകുമ്പോൾ ഞാനും കൂടെ പോകും, ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. 10 മണിയാകുമ്പോൾ മസാജിന് പോകുമ്പോൾ ബോയ്സ് ആണെങ്കിൽ ഞാൻ പോയി ഒന്ന് നോക്കും, മസാജൊക്കെ പ്രോപ്പറാണോ നോക്കും. 11 മണിക്ക് ജ്യൂസ് എല്ലാവർക്കും എടുത്തു കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ സമയത്ത് ഞാൻ അവരോടൊപ്പം ഇരുന്ന് ലഞ്ച് കഴിക്കും. മഡ് ബാത്ത്, അങ്ങനെ രാവിലെ മുതൽ രാത്രി 8 മണി വരെ ഐ വിൽ ബി ദെയർ. ഐ വിൽ ടേക്കിംഗ് കെയർ ഓഫ് എവറിത്തിങ്. ഞാനിവിടെ ഉണ്ടായിരുന്നു. അതങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് എനിക്കൊരു ഒക്ടോബറിലാണ് എൻ്റെ നടുവിനൊരു വേദന വരുന്നത്, എൻ്റെ ബാക്കിന്. നവംബറൊക്കെ ഇപ്പോൾ വേദന കൂടി ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഒന്നും പറ്റുന്നില്ല. ഡിസംബറിൽ ഒരു MRI സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ നടുവിൽ പസ്സാണ്, എൻ്റെ സ്പൈനിൽ പസ്സാണ്, പഴുപ്പാണ്. കുറച്ച് ഞാൻ സീരിയസ് ആണ് ഈ സിറ്റുവേഷൻ. അപ്പോൾ ഞാനൊരു ട്രീറ്റ്മെൻറ്റിൽ അണ്ടർഗോ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ജനുവരിയിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയതാണ്. ഓൾമോസ്റ്റ് 6 months ഐ വാസ് ബെഡ് റിഡൻറ്റ്. എൻ്റെ വിചാരം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനോ അമ്മയോ ബിസിനസ്സുകാരല്ല. എൻ്റെ സ്വപ്നം കടം മേടിച്ച് പൈസയ്ക്ക് ഞാൻ ഒരു സ്ഥാപനം തുടങ്ങിയതാണ്. ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബർ തൊട്ട് വേദന തുടങ്ങി. നവംബറായപ്പോൾ വേദന കൂടി. ഡിസംബറായപ്പോൾ വേദന സഹിക്കാൻ മേല. ജനുവരിയിൽ ഞാൻ ബെഡ് റിഡൻ്റായി. ഓൾമോസ്റ്റ് 6 months. സ്ഥാപനം പൂട്ടിപ്പോണം യഥാർത്ഥത്തിൽ. പക്ഷെ എൻ്റെ സ്ഥാപനത്തിനൊരു ചുക്കും സംഭവിച്ചില്ല. വന്ന പേഷ്യൻ്റ് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചുപോയി. എല്ലാവരും ഞാനുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നു. ഞാൻ ആ സമയത്താണ് ജുബിൻ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകൾ പഠിക്കുന്നത്. ഞാൻ ടച്ച് വുഡ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ എക്സ്പാൻഷനെ പറ്റി ആലോചിക്കത്തില്ല. ബെഡ് റിഡൻ്റ് എക്സ്പാൻഷനെ പറ്റി ആലോചിച്ചു. അതെ, കാരണം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ബെഡ് റിഡൻ്റായി തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ ഞാൻ ഈ സ്ഥാപനം റൺ ചെയ്യാൻ വേണ്ട. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺടർപ്രണറിൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യത്തില്ലേ? ഇല്ലല്ലോ. എന്തിന് ഈഗോ ഹേർട്ട് ചെയ്യണം? നമ്മളില്ലെങ്കിലും ആ സ്ഥാപനം ഓടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് നമ്മളെ അതാണ് നമ്മുടെ തെറ്റിദ്ധാരണയാണ് എൻ്റെ വാദം. കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെ ഒന്നും ഫേസ് അറിയില്ല. റീസെൻ്റ്ലി ആയിരിക്കും കുറച്ചെങ്കിലും അറിയാൻ സാധ്യതയുള്ളത്. എനിക്കിതിന് മുമ്പത്തെ ഞാൻ എൻ്റെ ഫീൽഡിലെ പറയാം, എൻ്റെ ഫീൽഡിലെ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ഫേസ് എനിക്കറിയില്ല. എനിക്കും അത്ര അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് അറിയില്ല അല്ലേ? അപ്പം ഞാൻ ബ്രാൻഡുകളുടെ പേര് പറയുന്നില്ല എന്നുള്ളത്, പക്ഷേ ആരും അറിയില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ ആ ബ്രാൻഡ് ജീവിക്കുന്നത്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇന്ന് ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അപൂർവമാണ് ഇപ്പോൾ ക്ലിനിക്കുകളിൽ പോയി കൺസൾട്ട് ചെയ്യുക. അത് ഞാൻ ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല. എന്നേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എന്നേക്കാളും നന്നായിട്ട് പഠിക്കുന്ന, എന്നേക്കാളും കപ്പാസിറ്റിയുള്ള ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഡോക്ടർ അബിനൊക്കെ ഉണ്ട്. എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ് ഡോക്ടർ അബിനിൽ, ഡോക്ടർ പൃഥ്വിലാൽ, ഡോക്ടർ ഷക്കീൽ. എൻ്റെ ടീം ദേ ആർ വെരി സ്ട്രോങ്. അപ്പോൾ അത് ഹയർ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു സിസ്റ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, അത് ആ സമയത്ത് 24ാമത്തെ വയസ്സിൽ എനിക്ക് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. സോ കോൾഡ് ഒരു എന്താ പറയുക, ദുശ്ശീലങ്ങളും എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. പിന്നെ എനിക്കെന്തുകൊണ്ട് വന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ എനിക്ക് നിരാശയോടുകൂടി എൻ്റെ സ്ഥാപനം അടച്ചു പൂട്ടാം, വേണമെങ്കിൽ പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഏറ്റവും നല്ലത്, ഈസി അതാണ്. പക്ഷേ അതിനെ ഒരു ചലഞ്ചായി മാറിയതും അതൊരു ഓപ്പർച്യൂണിറ്റി ആയി മാറിയതും ആണ് എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിച്ചാണ്. ആ സമയത്ത് വലിയ ചലഞ്ചാണ്, വലിയ സ്ട്രഗിളാണ്, ക്രൈസിസാണ്. പക്ഷേ ഇന്ന് അതെനിക്ക് തിരിഞ്ഞു നോക്കുമ്പം അതിൻ്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയുള്ള ഒന്നാണ്. ഞാൻ 2026 നിങ്ങളുടെ മുമ്പിൽ 9 ബ്രാഞ്ച് ഉണ്ടെന്ന് പറയാൻ ഏറ്റവും വലിയ കാരണം എനിക്ക് നടുവേനയാണ്. ആ നടുവേന ഇല്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ പനച്ചിക്കാട് തന്നെ നിന്നേനെ. പനച്ചിക്കാട് നിൽക്കേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് ഈ സിസ്റ്റമാണ് ഓരോ സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത് എന്നെ പഠിപ്പിച്ച നടുവേനയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ട്രഗിളിലും ആ സ്ട്രഗിൾ കഴിയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയായി മാറിയിട്ടുണ്ട്. അതിന് എല്ലാം അതങ്ങനെയാണ്. ഇപ്പം 2026 നിൽക്കുന്ന ഡോക്ടർ അഭിജിത്തിന് 2021 ബെഡ് റിഡൻ ആയിരുന്ന ഡോക്ടർ അഭിജിത്തിനോട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് തന്നെയായിരിക്കും പറയാൻ. ഇപ്പം ടെൻഷൻ അടിക്കണ്ട. ഇനിയും 9 അല്ലല്ല, എൻ്റെ ഓരോ വർഷങ്ങളിലുള്ള അഭിജിത്തിനോടും എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നന്ദി പറയുക എന്നുള്ളതാണ്. ഞാനൊരു വളരെ യാദർശികമായിട്ട് ഞാൻ
ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയ ആളാണ് അല്ലേ. ആ സമയത്ത് യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ ഒരു 2 റൂം എടുത്ത് 14 ദിവസം താമസിക്കാൻ എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാട് പിടിച്ചൊരു വീട് ക്ലീനാക്കിയിട്ട് ഒരു പഴയ 4 കെട്ടിൽ കയറി താമസിക്കില്ല. എനിക്ക് ആ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ക്വാറൻറ്റൈനിൽ കിടക്കാൻ പൈസ കൊടുത്ത് റൂം കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീട് ക്ലീൻ ചെയ്തത്. ഞാൻ ആ വീട് ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീട്ടിൽ ആത്മ തുടങ്ങിയത് അല്ലേ. എല്ലാം ആ സമയത്ത് ക്രൈസിസ് ആയിരുന്നു. നമ്മളുടെ മുമ്പിൽ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റികളും ക്രൈസിസിലൂടെയാണ് എനിക്ക് ഡെവലപ്പായി വന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ എങ്ങനെയൊക്കെ പറയും, ഇപ്പം ഞാൻ തുടക്കത്തിൽ ഈ ഒരു കാര്യം ചെയ്യുമ്പം എനിക്കും വന്നിട്ടുണ്ട്. ഡോക്ടറിനെ കാണാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ, ഡോക്ടറെ ഇപ്പം ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റും ഇല്ല. കാരണം തുടക്കത്തിൽ അതൊക്കെ ക്രൈസിസാണ്, പക്ഷേ ആ ക്രൈസിസിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ വെൽനസ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയൊരു സ്ട്രഗിൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും, അതെന്തായിരിക്കും? സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ, അതായത് ഒരു പേഴ്സണലി ഓവറായിട്ട് അറ്റൻഷൻ കൊടുത്തുള്ള സംവിധാനമാണ് ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യണമെന്ന് എക്സ് ഓർ വൈ അല്ലല്ലോ, വ്യക്തികളല്ല, പ്രോട്ടോക്കോളുകൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതാണൊന്ന് എനിക്ക് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സയൻറ്റിഫിക് ബാക്ക് വേണം. ഈ ആവശ്യമില്ലാത്ത ആളുകൾ നിങ്ങൾ ഫേക്കാണ്, നിങ്ങൾ സ്യൂഡോ ആണ് എന്നൊക്കെ പറയും. അതല്ല ഞാൻ പറയുന്നത്. അത് അങ്ങനെ പറയുന്നവരെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നവർ ആരും നിർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ പറയുമ്പോൾ നടക്കുന്നുണ്ട്. അപ്പം അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെഡിക്കൽ സയൻസ്, അതായത് ഒരു ഡോക്ടറാണ്. ഇവിടുത്തെ കേരളത്തിലെ മെഡിക്കൽ രജിസ്റ്റർ ബോർഡിൽ രജിസ്ട്രേഷൻ നമ്പറുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറാണ്. അത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് നമ്മളുടെ ഫീൽഡിൽ ഏറ്റവും വലിയ ചലഞ്ചാണത്. ആ ഒരു സർട്ടിഫിക്കേഷൻ നമുക്കുണ്ടാവണം. നമ്മൾ പറയുന്നതിൽ നമുക്ക് സയൻസിൻ്റെ ബാക്ക് ഉണ്ടാവണം. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന സയൻസ് ആണോ എന്നല്ല ഞാൻ പറയുന്നത്, സയൻറ്റിഫിക്കലി നിങ്ങൾ ബാക്ക്ഡ് ആയിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും. ഇപ്പോൾ നമ്മൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും ഇൻഷുറൻസിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഈ നാച്ചുറോപ്പതിയിൽ അല്ലെങ്കിൽ ആത്മയിൽ ഈ ഇൻഷുറൻസ് പോസിബിലിറ്റി ഉണ്ടോ? അല്ല, ഇപ്പം നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലും ആയുർവേദ ഡോക്ടേഴ്സും നാച്ചുറോപ്പതി ഡോക്ടേഴ്സും ഉണ്ട്. എല്ലാ ക്ലിനിക്കിലും എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. വളരെ ഈ പറയുന്ന വെൽനെസ്സിനല്ല ഞാൻ പറയുന്നത്, ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള തെറപ്പറ്റിക്കൽ പർപ്പസിന് വരുന്ന പല കേസുകളിൽ നമുക്ക് ഇൻഷുറൻസ്, ആയുർവേദ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടാറുണ്ട്. യെസ്, അത് ആയുർവേദം കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പാക്കേജുകളാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഇൻഷുറൻസ് ഏജൻസി നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടോ? അതായത് ആയുർവേദമാണ് വരുന്നത്. ആയുർവേദം ബാക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് കവറേജ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ ആത്മയുടെ എല്ലാ ക്ലിനിക്സിലും, എല്ലാ IP ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ OP ക്ലിനിക്കിൽ കിട്ടില്ല. കിടത്തി ചികിത്സയുള്ള 4 സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം കിട്ടും. ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരാൾ ജോലി ചെയ്ത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്ത് വേറൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് ആ ഒരു കൺസെപ്റ്റ്, ഇപ്പം അബിദ് ഡോക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഒരു സെർട്ടൺ ടൈം, ഒരു ഇയേഴ്സ് വർക്ക് ചെയ്യുന്നു, അത് എൻ്റെ ചേട്ടത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോമ്പറ്റീഷനെ എങ്ങനെ ഫേസ് ചെയ്യും? അല്ല, എല്ലാവരും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങണം എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ് എൻ്റെ കൂടെ ഉള്ളവർ തുടങ്ങിയിട്ടുണ്ടെന്ന്. എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഉദ്ഘാടനത്തിന് ഞാൻ പോകാറുണ്ട്. അവർക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് എത്ര വലിയ മാർക്കറ്റാണ് ഇത്, അത്ര ചെറിയ മാർക്കറ്റൊന്നുമല്ല ഇത്. നിങ്ങൾ എൻ്റെ എല്ലാ സ്റ്റാഫും ഒരു 100 ക്ലിനിക്ക് വെച്ച് തുടങ്ങിയാൽ ഇവിടെ അതിൻ്റെ ഒരു 1000 ഇരട്ടി മാർക്കറ്റ് ഇവിടെ ബാക്കിയുണ്ട്. സോ ഇത് നമ്മൾ ഒത്തിരി ചെറുതാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് വരേണ്ട ക്ലയൻസ് നമ്മളുടെ അടുത്തേക്ക് വരും. അവർ തുടങ്ങണം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യണം. അപ്പോൾ അവർക്ക് നമ്മളെക്കാളും നല്ല കൺസെപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലോ അതിന് പ്രശ്നമുള്ള കാര്യമില്ല. കാരണം എൻ്റെ സമയം ഞാൻ എന്തുകൊണ്ടാണ് സ്ഥാപനം തുടങ്ങുന്നത്, അൾട്ടിമേറ്റ്ലി എനിക്കൊരാൾ പറയുന്നത് അങ്ങനെ കേട്ടനുസരിച്ച് പോകുന്നതിൽ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതൊരു നല്ലതാണോ ചീത്തയാണെന്നുള്ള സെക്കൻഡ്, അടിയിൽ ജോലി ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളവർ ഒരുപക്ഷെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എൻ്റെ അടിയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ എന്തെങ്കിലും സ്വന്തമായി തുടങ്ങുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് വലിയ ഹാപ്പിനെസ്. അൾട്ടിമേറ്റ്ലി കിടന്നുറങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയുള്ളവർ സ്വന്തമായിട്ട് 100% തുടങ്ങണം. 100% തുടങ്ങണം. കാരണം അത്ര വലിയ മാർക്കറ്റാണ്. അവരും കുറേ അവയർനെസ് കൊടുക്കണം നാട്ടിൽ, അവരും നമ്മളിലേക്ക് വരണം. ഓക്കെ, ഇപ്പം 5 വർഷത്തിൽ 9 സെൻറ്റേഴ്സ്, നെക്സ്റ്റ് 5 ഇയർ എന്താണ് പ്ലാൻ?
നെക്സ്റ്റ് 5 ഇയറിൽ നമ്മളൊരു 10 രാജ്യങ്ങളിൽ നമ്മളുടെ പ്രസൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെ പ്ലാൻ. 1-2 വലിയ പ്രൊജക്റ്റുകൾ വിത്തിൻ 2 ഇയേഴ്സ് നമ്മളുടേത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ആത്മയോടൊപ്പം നമുക്ക് കേരള മർമ്മ ചികിത്സാ കേന്ദ്രം എന്ന് പറഞ്ഞൊരു പുതിയ വെഞ്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ പാരമ്പര്യ ഗുരുക്കന്മാരുണ്ടല്ലോ, അവരിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരാൻ പറ്റുന്ന അറിവുള്ള ആളുകളെ നമുക്ക് എങ്ങനെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താം എന്നൊരു സ്റ്റഡീസിൽ നിന്ന് നമ്മളതൊരു ചെറിയൊരു വെഞ്ചർ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 5 ബ്രാഞ്ചുകൾ കേരളത്തിന് പുറത്ത്, കേരള മർമ്മ ചികിത്സാ കേന്ദ്രം എന്നുള്ള പേരിൽ ഈ പറയുന്ന പോലെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ, ഡൽഹി, ഈ 5 സ്ഥലങ്ങളിൽ നമ്മൾ 2027 ജൂണിന് മുമ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ പിന്നെ ഈ പറഞ്ഞ പോലെ IPയിൽ കിടത്തി ചികിത്സയുള്ള 2-3 നല്ല പ്രോപ്പർട്ടീസ് ഇപ്പം ഓൺ ആവും. നാച്ചുറോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്, രണ്ടും കമ്പൈൻ ചെയ്താണ് ആത്മയിൽ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ട്രീറ്റ്മെൻറ്റ് ബേസ് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ് ഉള്ളത്? നാച്ചുറോപ്പതിയിൽ മെയിനായിട്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ മഡ് ബാത്ത്, ടർമറിക് ബാത്ത്, അക്യുപഞ്ചർ, അക്യുപ്രഷർ, ഹൈഡ്രോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം വെള്ളം കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഹിപ്പ് ബാത്ത്, ബാത്ത്, സ്പൈനൽ സ്പ്രേ, അങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റുകൾ ഡിപ്പെൻഡ്സ് ഓൺ കണ്ടീഷനാണ്. പിന്നെ നാച്ചുറോപ്പതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫുഡാണ്. നമുക്കറിയാവുന്ന പോലെ മെഡിസിനാണ് ഫുഡ് എന്നുള്ളത്. ആയുർവേദത്തിലാണ് നമ്മളുടെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഒഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, ബസ്തി, ലേപം, കുറേയധികം നമുക്ക് തലക്കെട്ട്, നമ്മൾ അങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റുകളും ആയുർവേദം, നസ്യം, പഞ്ചകർമ്മം മൊത്തത്തിൽ നമ്മൾ ചെയ്തു വരുന്നതാണ്. അത് നാച്ചുറോപ്പതിയിലെ ആയുർവേദത്തിന് കോമ്പിനേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ചിലപ്പോൾ ചില കേസുകളിൽ മഡ് ബാത്ത് ആയിരിക്കും വേണ്ടത്, ചിലപ്പോൾ കേസുകളിൽ ശിരോധാര ആയിരിക്കും വേണ്ടത്. രണ്ടും ബോഡിയെ തണുപ്പിക്കാനുള്ളതാണ് ചില സമയത്ത്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ കണ്ടീഷനിൽ പല ട്രീറ്റ്മെൻറ്റുകളാണ്. എഗെയിൻ നമ്മൾ ഇതിനകത്ത് പല ഡിസീസിനെയാണല്ലോ അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ഡിസീസുകളൊന്ന് വെയിറ്റ് ലോസ് ആണ്. അപ്പം വെയിറ്റ് ലോസിന് എന്താണ് വേണ്ടത്? വെയിറ്റ് ലോസിന് ഉദ്ധർത്തനാണ് വേണ്ടത്. അപ്പോൾ പൗഡർ മസാജ്, ആയുർവേദിക് പൗഡർ മസാജാണ് വേണ്ടത്. അപ്പോൾ ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് നസ്യമാണ് വേണ്ടത്. അങ്ങനെ ഓരോരോ മൈഗ്രെയിൻ ഉള്ളവർക്ക് ശിരോധാരയുടെ ട്രീറ്റ്മെൻറ്റ്സാണ്. അതിനോടൊപ്പം ഡയറ്റാണ് പ്രോപ്പർലി നോക്കേണ്ടത്. ഡയബറ്റിക് ഉള്ളവർക്ക് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക് വേറൊരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സാണ്. സോ ഇപ്പോൾ വെയിറ്റ് ലോസ് ആണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും ഡയബറ്റിക് ആണെങ്കിലും സ്ത്രീകൾക്കുള്ള PCOD ആണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും ഇതിനകത്തൊരു കോമ്പിനേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെയും നാച്ചുറോപ്പതിൻ്റെയും കോമ്പിനേഷൻ. പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ഈ പറഞ്ഞതുപോലെ നാച്ചുറോപ്പതിയിൽ അക്യുപഞ്ചറും മഡ് ബാത്തും ടർമറിക് ബാത്തും ഡയറ്റും ഹൈഡ്രോതെറാപ്പിയും അങ്ങനെയുള്ള ഫാസ്റ്റിങ്ങും അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും വരും. ആയുർവേദത്തിൽ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇൻറ്റേർണൽ മെഡിസിൻസ് കൂടുതൽ കൊടുക്കാറില്ല. അതിനപ്പുറം നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ആണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ വയറ് ക്ലീൻ ചെയ്യാനുള്ള കാര്യമൊക്കെ ആദ്യമേ ചെയ്യും. വിരേചനമൊക്കെ ആദ്യമേ നമ്മൾ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് മിക്ക ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കേരള മർമ്മ ചികിത്സാ കേന്ദ്രത്തെ പറ്റി സംസാരിച്ചു. അപ്പോൾ അതും ഇതുപോലെ തന്നെ ആത്മയുടെ വേറൊരു വെഞ്ചറാണോ? അല്ലെങ്കിൽ അത് ആത്മയുടെ വെഞ്ചറല്ല, അതൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെഞ്ചറാണ്. മർമ്മം എന്നുള്ളത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ്. പക്ഷേ ഇന്നത്തെ കാലത്തിൽ മർമ്മം എന്നുള്ളത് എങ്ങനെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മർമ്മ ചികിത്സ എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ വളരെ ഒത്തൻറ്റിക് ആയിട്ട് നമ്മുടെ പൂർവീകർ ചെയ്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെൻറ്റ്, എക്സ്പെഷ്യലി ഫോർ പെയിൻ. നമ്മളുടെ ചില വേദനകൾക്ക് നമ്മൾ കേട്ടിട്ടില്ലേ, ഉളുക്കുമ്പോഴും അല്ലെങ്കിൽ ചില വേദനകൾ ആ ഗുരുക്കൾ പിടിച്ചിടുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് എല്ലാം ചില സ്കില്ലുകളാണ്, ചില മനുഷ്യർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കില്ലായിട്ടുള്ള ആളുകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല മുട്ടുവേദന, കഴുത്തുവേദന, നടുവേദന, അങ്ങനെയുള്ള കാര്യത്തിന് ഏറ്റവും ഭംഗിയായിട്ട് റിസൾട്ട് തരാൻ പറ്റുന്നത് ഒരു ഗുരുക്കൾക്കാണ്. ആ ഗുരുക്കൾ ഇന്ന് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്? ഇന്നൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു ആയുർവേദ ഡോക്ടറെ സപ്പോർട്ടോടു കൂടിയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതാണ് കേരള മർമ്മ ചികിത്സാ കേന്ദ്രം നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു BAMS ഡോക്ടർ ആദ്യം നിങ്ങളെ കേസ് ഹിസ്റ്ററി എടുക്കും, എന്താണ് നിങ്ങളുടെ കേസ് പഠിക്കുകയും ആ ഡോക്ടറും ഗുരുക്കളും നമ്മളുടെ കോമ്പിനേഷനിൽ എങ്ങനെയാണ് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. IVD, ചിലപ്പോൾ ഡിസ്ക് ബൾജ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പ്രൊലാപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ ചില നീർക്കെട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അതിലെങ്ങനെയാണ് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ആ ഒരു നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇന്ന് നമ്മൾ 2026 നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഒരു ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷനിലൂടെ നമ്മളുടെ നാട്ടിൽ നേരത്തെ തൊട്ടുണ്ടായിരുന്ന മർമ്മ ചികിത്സയിലൂടെ എങ്ങനെ നമുക്ക് റിസൾട്ട് കൊടുക്കാം. അതാണ് കേരള മർമ്മ ചികിത്സാ കേന്ദ്രം. നമ്മൾ ഈ പറഞ്ഞ ആയുർവേദവും മർമ്മ ചികിത്സയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ആയുർവേദ ഡോക്ടറുടെ കൃത്യമായ ഒബ്സർവേഷനും കേസ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഒരു മർമ്മ വിദഗ്ധനായ ഗുരുക്കളുടെ സപ്പോർട്ടോടുകൂടി
നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ, എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. IT പ്രൊഫഷണൽസ് ആയാലും കുറേ ആൾക്കാർ അങ്ങനത്തെ ഏത് സൈഡ് നോക്കിയാലും ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. നടത്തം കുറവായിരിക്കും. അവർക്ക് ഈ പറഞ്ഞാൽ ഒത്തിരി നടുവേദന, പെടലിയുടെ വേദന, അങ്ങനെ ഒത്തിരി വേദന പറഞ്ഞു. അതിലേക്ക് ആ ഒരു രീതിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണോ ഇത്? തീർച്ചയായിട്ടും അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സിറ്റിംഗ് ഈസ് ന്യൂ സ്മോക്കിംഗ് എന്ന് പറയും. കാരണം കൂടുതൽ സമയം ഇരിക്കുന്നത് സ്മോക്കിങ്ങിനേക്കാൾ ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഏത് നമ്മളുടെ ബോഡി പോസ്ചറും 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുക. അതുകൊണ്ടാണ് 45 മിനിറ്റ് നമ്മുടെ സ്കൂളിലൊക്കെ ക്ലാസ് പീരീഡ്സ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലോങ് സിറ്റിംഗ്, ലോങ് സ്റ്റാൻഡിങ്, ഈ ലോങ് ആയിട്ടുള്ള ഡ്രൈവിങ്, നമ്മൾ ട്രാവലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ IT സെക്ടറിലും അല്ലെങ്കിൽ മറ്റ് എല്ലാ ജോലികളിലും ഉണ്ടാവുന്ന ഈ ഒക്യുപ്പേഷണൽ ഡിസീസ് ഉണ്ട്, ജോലി കാരണം ഉണ്ടാവുന്ന ഡിസീസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് റിസൾട്ട് തരാൻ പറ്റുന്ന ഒന്നാണ് ഈ മർമ്മ ചികിത്സ എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ല, ജോയിൻറ്റ് പെയിൻസുകളാണ് നമ്മളുടെ ഫോക്കസ്. നിങ്ങൾക്ക് ഈ പറയുന്ന സന്ധിവേദനകളോ അല്ലെങ്കിൽ കഴുത്ത് വേദനയോ സ്പോണ്ടിലോസിസോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ജോയിൻറ്റ് പെയിനുകൾക്ക് ഏറ്റവും നന്നായിട്ട് റിസൾട്ട് തരാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ മർമ്മ കേന്ദ്രം. ഇനിയൊരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടോ? അതായത് ഈ വെൽനസ് സെൻ്റർ ബിസിനസ്സിൽ മാത്രം ചുരുങ്ങിക്കൂടാം എന്നൊരു ഐഡിയയിലാണോ? ഈ ബിസിനസ് അല്ലേ ഇത്, നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ. നമ്മൾക്ക് അങ്ങനെ ഇപ്പം ഞാൻ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒന്നും ഞാനിങ്ങനൊരു അതുപോലൊരു അല്ലെങ്കിൽ ഒന്നും അല്ല. ഇത് നമ്മുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. അതിന് ഇപ്പോൾ എനിക്ക് എൻ്റെ വേറൊരു വെഞ്ചറുണ്ട്. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി ഇപ്പോൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്യാസ് എന്ന് പറഞ്ഞ പെറ്റ് ഫുഡിൻ്റെ ഒരു ഇതുണ്ട്. അത് ലൈവായിട്ട്, അതായത് നിങ്ങൾ സ്വിഗ്ഗി സൊമാറ്റോ പോലെ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ ഓർഡർ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ നിങ്ങളുടെ പെറ്റിനുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാം. അവർ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടാവും. ഞങ്ങളത് നമ്മുടെ ടീം ലൈവായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ഷെഫുണ്ട്. ഈ പെഡിഗ്രി പോലത്തെ ഫുഡ്സ് അല്ല 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 ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ഇന്ത്യയാണ്. അതായത് ലൈവായിട്ടായിരിക്കും. അതായത് നിങ്ങളുടെ പെറ്റിൻ്റെ നേച്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പം ആ നേച്ചറിന് പറ്റുന്ന എത്ര കിലോ, ഇപ്പോൾ നിങ്ങൾ 300 ഗ്രാമോ 500 ഗ്രാമോ 1 കിലോയ്ക്ക് ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഭക്ഷണം ലൈവായിട്ട് കുക്ക് ചെയ്ത് ചൂടോടുകൂടി വിത്തിൻ ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും. അപ്പോൾ അതിലവിടെ ഒരു വെറ്റിൻ്റെ ആളും ഉണ്ടായിരിക്കില്ല. കാരണം ഈ പട്ടിക്ക് കഴിക്കാൻ പറ്റുന്ന എന്താണെന്ന് അല്ല, നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു വെറ്റിനറി ഡോക്ടറും ഒരു വെറ്റിനറി ന്യൂട്രീഷനിസ്റ്റും ആയിട്ടുള്ള ആറാൻഡിയുടെ ഇതായിട്ട് കോട്ടയത്ത് 1.5 വർഷമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് കോട്ടയമാണല്ലോ ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ അവിടെ പയറ്റി ചലഞ്ചുകളെ ഫേസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അത് ഈസ് എ ഫസ്റ്റ് വെഞ്ചർ. അങ്ങനെ ഒരു സംഭവം ഞാനും കേട്ടിട്ടില്ല, ഞങ്ങളും കേട്ടിട്ടില്ല. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം പെറ്റ് പാരൻസ് ആർ വെരി ലവിങ്. ആക്ച്വലി അവരവരുടെ പെറ്റ്സിന് വേണ്ടി സ്വന്തം, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേമസ് ആയിട്ട് ഒരാളോട് ചോദിച്ചപ്പോഴേ, ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അപ്പം എന്നോട് പറഞ്ഞു ഞാനും ഉണ്ട്, എൻ്റെ കുട്ടിയുണ്ട്, എൻ്റെ പട്ടിയുണ്ട് എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞൊരു 6 വർഷം പട്ടി മതി, കുട്ടി വേണ്ടെന്നായിരുന്നു. 2 വർഷം മുമ്പാണ് കുട്ടി വേണം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പോൾ കുട്ടിയുണ്ട് പട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ പെറ്റ് പാരൻറ്റിന് 2 പേരും ഒരുപോലെയാണ്. അപ്പോൾ പെറ്റിനെ നന്നായി സ്നേഹിക്കുന്ന, ടേക്ക് കെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ലോകം മുഴുവനുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ. സോ അത് ഞങ്ങളുടെ അതുകൊണ്ട് ബിസിനസ് സംവെയർ ഇറ്റ് വിൽ ഹാപ്പൻ. അത് നമ്മൾ ഓപ്പൺ ആയിരിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരും. അതിപ്പോൾ നല്ലതാണെങ്കിൽ നമ്മൾ കൈ കൊടുക്കും. അത് വെൽനസ്സിൽ നിന്ന് ചിലപ്പം പെറ്റ് ഫുഡിലേക്ക് പോകും. പെറ്റ് ഫുഡിലേക്ക് മാന്യമായിരിക്കും ചെയ്യുന്ന ബിസിനസ് എന്നുള്ളത് മാത്രമാണ്. ഈ പറഞ്ഞ പോലെ അവസാനമായി ചോദിക്കട്ടെ, ഇപ്പം എന്താണ് ഡോക്ടർ അഭിജിത്ത് കർമ്മയ്ക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഹൈ? ഇതൊരു ഹൈ ഉണ്ടോ, അല്ലെങ്കിൽ ലഹരി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ലഹരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്നോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ ചെയ്യരുത് എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഇപ്പോൾ ദുബായിൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഒരു പ്രോഗ്രാം ദുബായിൽ ഓഗസ്റ്റ് 9-ാം തീയതി നടക്കുന്നുണ്ട്. എനിക്ക് പോകണം. ഇപ്പോൾ ലീവ് ചോദിക്കണ്ട, എനിക്ക് ലീവ് ചോദിക്കണ്ട. എന്നോട് പോകണ്ട എന്ന് പറയാൻ തൽക്കാലം അങ്ങനെ ആർക്കും പറ്റില്ല. ഇതെന്നെ ഭയങ്കര ഹൈ ആണിത്. വെൻ വി ആർ യൂട്ടിലൈസിങ് ഇൻ ദ പ്രോപ്പർ വേ, നോട്ട് ഇൻ ദ നെഗറ്റീവ് വേ. പിന്നെ ഞാൻ പറയില്ലേ, ഞാൻ എപ്പോഴും ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ എൻ്റെ ഡ്രൈവർ എന്നോട് പറയുന്നത്, മിനിയാന്ന് രാവിലെ 5:30 ആയപ്പോൾ ഞാൻ കോട്ടയത്ത് നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് 8:30 എനിക്ക് മീറ്റിംഗ് ആയിരുന്നു ഡോക്ടർ സുജീവായിട്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് 8:30 തിരുവനന്തപുരത്തെ മീറ്റിംഗ്, 9:30 ആയപ്പോൾ തിരുവനന്തപുരത്ത് മീറ്റിംഗ് കഴിഞ്ഞ് 12 മണിയായപ്പോൾ മാവേലിക്കരയിൽ മീറ്റിംഗ് ഉണ്ട്. മാവേലിക്കരയിൽ മീറ്റിംഗ് കഴിഞ്ഞ് 2 മണിയായപ്പോൾ കോട്ടയത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്. 4 മണിക്ക് കോട്ടയത്തൊരു മീറ്റിംഗ് ഉണ്ട്. 6 മണിക്ക് കോട്ടയത്തൊരു മീറ്റിംഗ് ഉണ്ട്.
അതും കഴിഞ്ഞ് 6:45 ഞാൻ കോട്ടയത്ത് ഇറങ്ങി. കൊച്ചിയിൽ എനിക്ക് രാത്രിയിലൊരു എമർജൻസി ഷൂട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നല്ലേ? ആ ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഷൂട്ടും കഴിഞ്ഞ് രാത്രി 11 മണിക്ക് ഇവിടുന്ന് തൃശ്ശൂർ പോയിട്ടാണ് സ്റ്റേ ചെയ്തത്. എനിക്ക് ഒരു ടയർഡ്നെസ്സും ഇല്ല. ഇതെനിക്ക് ഭയങ്കര ഹൈ ആണ്. കാരണം ഞാൻ ആഗ്രഹിച്ച് ബിസി ആയ ആളാണ്. ഞാൻ ആക്സിഡൻ്റലി ബിസി ആയ ആളല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബിസി ആയ ആളാണ്. ഇനിയും ബിസി ആവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് അതൊരു ഹൈ ആണെന്നേ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ ഹൈ. അതിങ്ങനെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെൽനസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സാഹചര്യത്തിനെ കുറിച്ച് സംസാരിക്കാം. എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നത് ട്രീറ്റ്മെൻറ്റുകൾ വരിക ഒരു വെൽനസ് സെൻറ്ററിൽ വരുമ്പോൾ? രണ്ട് രീതിയിലാണ് ഈ വെൽനസ് എന്നുള്ളത്. നമ്മൾ മലയാളത്തിൽ സുഖചികിത്സ എന്ന് പറയും. നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ ചെയ്യുന്നത് ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് ആയുർവേദത്തിൻ്റെയും നാച്ചുറോപ്പതിയുടെയൊക്കെ ഒരു കോമ്പിനേഷനിലായിട്ടാണ് നമ്മൾ ഒരു ഡേ എങ്ങനെ ആരോഗ്യത്തോടു കൂടി സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വരെ. എഴുന്നേൽക്കുമ്പം എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മുടെ ഡീറ്റോക്സ് ഡ്രിങ്ക് മുതൽ തുടങ്ങി രാത്രിയിൽ കിടന്നുറങ്ങി ഡിന്നർ കഴിഞ്ഞ് ഹോട്ട് ഫുഡ് ഇമേർഷൻ വരെയുള്ള ഒരു സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം ആയുർവേദത്തിൻ്റെയും നാച്ചുറോപ്പതിയുടെയും കൃത്യമായ കോമ്പിനേഷനിലുള്ള ഓരോ അസുഖത്തിന് അല്ലെങ്കിൽ ഓരോ കാര്യത്തിന് അതനുസരിച്ച് മാറ്റങ്ങളുണ്ട്. യെസ്, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ കിച്ചണെ ഫാർമസി എന്നാണ് പറയുക. അടുക്കളയ്ക്ക് ഫാർമസി എന്ന് പേരിടുകയും ഭക്ഷണത്തിനെ മെഡിസിനായിട്ട് കാണുന്ന സിസ്റ്റമാണ്. അപ്പോൾ എനിക്കും ജുബിനും ഉള്ള ഒരേ പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയിരിക്കുന്നത് വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ, നിങ്ങൾ പോയിരിക്കുന്നത് ഡയബറ്റിക്ക് മാറ്റാനാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരേ ഭക്ഷണം എന്നിട്ട് കാര്യമില്ലല്ലോ, ഒരേ ട്രീറ്റ്മെൻറ്റ് എന്തിനും കാര്യമില്ല. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വ്യത്യാസമായിരിക്കും. അത് ആയുർവേദത്തിൻ്റെയും നാച്ചുറോപ്പതിയുടെയും ട്രീറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ ആയുർവേദത്തിൻ്റെ മാത്രം പ്രോട്ടോക്കോളിലൂടെ ആയിരിക്കും പോകേണ്ടത്, ചിലപ്പോൾ നാച്ചുറോപ്പതിയുടെ മാത്രം. അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കണ്ടീഷൻ വി വിൽ ഡിസൈഡ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഏത് പ്രായത്തിലുള്ളവർക്കും, കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഈ ട്രീറ്റ്മെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ടോ? വളരെ കുട്ടികൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. ഒരു 8 വയസ്സ് കഴിഞ്ഞാലൊക്കെ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. 8 വയസ്സ് കഴിഞ്ഞ് തൊട്ട് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും നമുക്ക് പക്ഷേ ട്രീറ്റ്മെൻറ്റ് സെയിം ആയിരിക്കില്ല. ഡിപ്പെൻഡ്സ് ഓൺ അവർ ഹെൽത്ത് കണ്ടീഷൻ, അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച്, ആരോഗ്യം അനുസരിച്ച് ഇറ്റ് വിൽ ചേഞ്ച് ചെയ്യും. പക്ഷേ 8 വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇനി ഡോക്ടർ അഭിജിത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു ചോദ്യം, ഭക്ഷണമാണ് മരുന്നെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ എറണാകുളത്ത് മാത്രം ചുറ്റിപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം സ്പോട്ടുകളുണ്ട്. ഭക്ഷണമാണ് വില്ലനെങ്കിൽ അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഈ അസുഖങ്ങളെല്ലാം ഇല്ലാതിരിക്കുമോ? തീർച്ചയായിട്ടും ഇല്ലല്ലോ. ഭക്ഷണം കഴിക്കരുത് എന്നല്ലല്ലോ പറയുന്നത്. ഞാൻ ഒരിക്കലും എവിടെയും ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. കുഴിമന്തി അൽഫാമും കുഴിമന്തിക്ക് എതിരാണ് ഞാൻ. അങ്ങനെയല്ല. കുഴിമന്തി നിങ്ങളുടെ പ്ലേറ്റിലെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെയിലി ചോയ്സ് ആക്കുന്നത് ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല. മൈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വെരി ക്ലിയർ. അന്നും ഇന്നും അതുപോലെയാണ്. കുഴിമന്തി കൂടി വരുന്ന കുഴിമന്തി കടകളാണ് ഓരോ ആത്മ തുറക്കാനുള്ള ആത്മവിശ്വാസം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ കുഴിമന്തി കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഡെയിലി ആക്കുമ്പോൾ വൺസ് ഇൻ എ വൈൽ നിങ്ങൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാനും അങ്ങനെ ചെയ്യുന്നയാളാണ്. ഞാൻ പറഞ്ഞ കുഴിമന്തി കഴിക്കുന്നതല്ല. നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ വർഷത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഒരു ഔട്ടിങ്ങിലിരിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന എല്ലാ പാരാമീറ്റേഴ്സും എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പരമാവധി നല്ല ശീലങ്ങൾ കൊണ്ടുവരിക. ചീറ്റ് ചെയ്യുമ്പോഴും മുമ്പിൽ വന്ന് നിങ്ങൾ കുഴിമന്തി പോലുള്ള എന്ത് സാധനം കഴിക്കുമ്പോഴും നമ്മളുടെ ശരീരത്തിന് നല്ലതാണോ മോശമാണോ എന്നുള്ള ബേസിക് ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞും കഴിക്കണം എന്നാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ കഴിച്ചോളൂ. ചോദിച്ചു കഴിയുമ്പോൾ വേണ്ട ഇന്നിത് മാറ്റി വെക്കാം എന്നാണ് ഫീൽ ചെയ്യുമെങ്കിൽ മാറ്റി വെച്ചു. ഇപ്പം ഈ പറഞ്ഞ പോലെ ആത്മയുടെ ജേണിയെ പറ്റി സംസാരിച്ചു, ആ ഒരു സ്ട്രഗിള് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പോൾ സ്ട്രഗിൾ ഇല്ല, ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ സ്ട്രഗിൾ ചിലർ അങ്ങനെയാണല്ലോ, സ്ട്രഗിളിന് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കണക്കൂട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൂടെ കണ്ട ഒരു സംഭവം, ഒരു കാറ് വാങ്ങുന്നത് അതിൻ്റെ സന്തോഷം അത് പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്തൊരു ചോദ്യം ചോദിച്ചു. അതായത് ആത്മയുടെ പേരിൽ ഒരു വണ്ടി മേടിക്കുക, അതിൽ 2021 എന്നുള്ള നമ്പർ മേടിക്കുക, അത് ആ ഒരു സന്തോഷം, അതിൻ്റെ പിന്നിലുള്ള കാര്യമാണ്. ഒരു വണ്ടി മേടിക്കുന്നത് ഇപ്പം ഇക്കാലത്ത് സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരും പറയുന്നതാണ്, എനിക്ക് കിട്ടുന്ന എല്ലാം ബോണസാണ്. ഓക്കെ. ഈ മൊമെൻ്റ് വരെ എനിക്ക് ബോണസാണ്. ഞാനതിൽ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ചില സംഭവങ്ങൾ കിട്ടാത്തതിൽ നിരാശ കുറവാണ്. എനിക്ക് അങ്ങനെയൊന്നും എന്നെ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആക്കാൻ പറ്റില്ല. ഞാൻ 2021 ആത്മ തുടങ്ങിക്കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ അതിനിടയ്ക്ക് എൻ്റെ പേരിൽ ചെറിയ വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ
എനിക്ക് എല്ലാവരുടെയും കാര്യമില്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഡ്രീം കാറിലൊന്നാണ് ഇനോവ. ഇനോവ എന്നുള്ളത് നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മളുടെ ഒരു ഡ്രീം കാറിലാണ്. നമ്മൾ പറയുമല്ലോ റേഞ്ച് റോവറും പോർഷയുള്ള മമ്മൂക്കിക്കും ലാലേട്ടനും ഒരു ഇനോവയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഇനോവ എന്നെ സംബന്ധിച്ച് ഡ്രീം കാറാണ്. അപ്പോൾ ഞാൻ ഇനോവ എടുത്തപ്പോൾ ആത്മയുടെ പേരിലെടുക്കാം, കമ്പനിയുടെ അസറ്റ് ആക്കാം എന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നിന്നപ്പോൾ വണ്ടിക്ക് അപ്പം എന്നോട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് അവിടെ ഉള്ളത്, അപ്പോൾ അക്ഷയനോട് ഏതെങ്കിലും വണ്ടി നമ്പർ പ്രിഫർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അനിയനാണ് അഭിഷേകാണ് എല്ലാം നോക്കുന്നത്. അപ്പം അമ്പാടി എന്നോട് പറഞ്ഞു കന്നഡ വണ്ടി നമ്പർ. ഞാൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട്, 2021 എന്നുള്ളത് നമ്മൾ ആത്മ തുടങ്ങിയ വർഷമാണ്. നമ്മളിപ്പോൾ എത്ര വർഷം കഴിയുമ്പോഴും സിൻസ് 2021 എന്നാണല്ലോ എഴുതേണ്ടത്. 2021 നമ്പർ കിട്ടിയാൽ എനിക്ക് ഭയങ്കര ഇതാവും. അപ്പം 2021 കിട്ടിയില്ലെങ്കിൽ 1705 ജൂലൈ 5 അതായത് ജൂലൈ 15/7 അതായത് 15-ാം തീയതി ജൂലൈ 7 15/7 എന്നുള്ളതാണ്. അപ്പോൾ 2021 കിട്ടും, നമുക്കത് തന്നെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലേലമുണ്ട്. അപ്പോൾ ലേലത്തിന് പോയി വേറൊരാളും കൂടെ ആ 2020 വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ആ നമ്പർ കിട്ടി. നമ്പർ കിട്ടിയിട്ട് എന്നോട് പറഞ്ഞു നമ്പർ കിട്ടി, കൺഫേം ആണ്, അപ്പോൾ എപ്പോൾ വെക്കാൻ പറ്റും, അതിന് കുറച്ച് പേപ്പർ വർക്ക് കൂടെ ക്ലിയർ ആവാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ RTO ഓഫീസിൽ കുറച്ച് പേപ്പർ വർക്ക് കോംപ്ലിക്കേഷൻ കൊണ്ടു എല്ലാം കഴിഞ്ഞ് വളരെ അപ്രതീക്ഷിതമായിട്ട് എന്നോട് ജൂലൈ 15-ാം തീയതി രാവിലെ വിളിച്ചിട്ട് ഷോറൂമിൽ നിന്ന് പറഞ്ഞു നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെൻ്റെ ആത്മയുടെ 5ാം പിറന്നാളാണ്. അത് ഒട്ടും പ്ലാൻഡ് അല്ല, അത് ഭയങ്കര എനിക്ക് ഇമോഷണലി ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ രാവിലെ പോയി നമുക്ക് തന്നെ പോയി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും സാരംഗ് എന്ന് പറഞ്ഞ എൻ്റെ ഡയറക്ടറാണ്, എൻ്റെ ബ്രദറാണ്, കസിൻ ബ്രദറാണ്. അപ്പോൾ ഞാനും സാരം കൂടെ പോയി ടൊയോട്ടയുടെ ഷോറൂമിൽ പോയി വണ്ടിയിൽ ആ നമ്പർ കൃത്യം ആത്മയുടെ 5ാം പിറന്നാളിൻ്റെ ആ വണ്ടി നമ്പർ ഫിക്സ് ചെയ്തിട്ട് വന്ന ദിവസം എടുത്തൊരു ഫോട്ടോയാണ്. ഭയങ്കര സന്തോഷമാണ്. നമ്മൾക്ക് സന്തോഷമല്ലേ, നമുക്കൊരു ഇനോവയൊക്കെ എടുക്കാൻ പറ്റുന്നു, ലോണിലാണല്ലോ എടുക്കാൻ പറ്റുന്നില്ല നമുക്ക്. ഡിഫൻഡർ നമുക്ക് എടുത്തിട്ട് ഡിഫൻഡർ പോലത്തെ വണ്ടികൾ എടുക്കാൻ സാധിക്കട്ടെ. അപ്പം ഇത്രയും നേരം ആത്മയെ പറ്റി സംസാരിക്കാൻ പറ്റി, ഇപ്പോൾ ഒരു ജേർണി സംസാരിച്ചു. വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ്.